ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് അത്ത ഒന്നാണല്ലോ. നമ്മുടെ കാവേരി വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. അപ്പൊ അത്ത ഒന്നിന് ഞാൻ നോർമലി കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു കളർ വെച്ച്, അതായത് ഒരു പൂവ് വെച്ചാണ് അത്ത വിടേണ്ടതെന്ന്. അപ്പൊ ഇപ്പൊ പൂവൊന്നും അങ്ങനെ കിട്ടാനില്ല, എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു കളർ നോക്കി അത്ത ഇടാൻ വേണ്ടി പോവാണ്. കുഞ്ചു ഞാനും കൂവിയും കൂടെ പുറത്തിറങ്ങി നിൽക്കുവാണ് പൂവൊക്കെ തപ്പി. അപ്പൊ നമുക്ക് അത്ത വിടാം. നമ്മുടെ വീട്ടിലെ ചെടികൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് പൂ കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല. വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിന് സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇന്ന് അത്ത വിടാനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ക്ഷാമമില്ലാണ്ട് കിട്ടുന്ന റെഡ് കളറിലെ ചെമ്പരത്തി ഉണ്ടല്ലോ, അതാണ്. നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ട് ചിറ്റയുടെ വീടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നിൽക്കുന്ന 2 ചെമ്പരത്തി പറിച്ചിട്ട് നമുക്കിന്ന് അത്ത വിടാം. കുഞ്ഞിലെ കേട്ടിട്ടുണ്ട് ഈ ആദ്യത്തെ ദിവസം ചാണകം ഉരുട്ടിയിട്ട് ഈ തുളസിയാണ് അതിൽ പൊക്കത്തിങ്ങനെ കുത്തിവയ്ക്കും. അല്ലാതെ വേറെ ഒരു കളേഴ്സ് ഒരു പൂവ് ഇടാറില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നന്നായിട്ട് വെള്ളം തളിച്ചേ. ഞാൻ അത്ത വിടാൻ വേണ്ടി ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ചെമ്പരത്തിയുടെ കളർ കണ്ടിട്ടായിരിക്കും സ്കൂബി ഓടി വന്നത്. പിന്നെ അവനെ ഓടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അത്ത വിടാൻ വേണ്ടി തുടങ്ങി, അല്ലെങ്കിൽ പിന്നെ അവൻ മൊത്തം കുളവാക്കുവേ. പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നും മനസ്സിൽ കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരു ചെമ്പരത്തി സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കി അതിൻ്റെ ഇതെല്ലാം പിഴുതെടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ വെക്കാമെന്ന് ഓർത്തായിരുന്നു കേട്ടോ. കുഞ്ചുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ച് എടുക്കുമായിരുന്നു. അതാണ് ഞാൻ ആ കാറിൽ കാറിയത്. ഇതാണ് ഞാൻ ഇട്ട അത്തം. ഒരു പൂവ് കൊണ്ട് ഇങ്ങനെ അത്ത വിടാം എന്ന് മനസ്സിലായി. കുഞ്ഞിലേക്ക് നമ്മൾ തുമ്പപ്പൂ കൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ഡേ അത്ത വിടുന്നത്. പക്ഷെ തുമ്പപ്പൂ ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇന്ന് ചെമ്പരത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇടാതിരുന്നില്ലല്ലോ, അപ്പോൾ ഇടാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.